പുൽച്ചാടിയും ഉറുമ്പും അയലത്തുകാരായിരുന്നു. ഉറുമ്പ് വളരെ വലിയ അധ്വാനിയും പുൽച്ചാടി ഒരു മടിയനുമായിരുന്നു. വേനൽക്കാലത്ത് ഉറുമ്പ് കഷ്ടപ്പെട്ട് അരി ശേഖരിക്കുമ്പോൾ പുൽച്ചാടി കളിച്ചും രസിച്ചും സമയം കളഞ്ഞു. അങ്ങനെ ശൈത്യകാലം വന്നു. പുൽച്ചാടി വിശന്ന് വലഞ്ഞ് ഉറുമ്പിൻ്റെ അടുത്ത് അരി കടം ചോദിക്കാനെത്തി. ഉറുമ്പ് കലിപ്പായി. ഞാൻ ഈ കണ്ട മല മുഴുവൻ വലിഞ്ഞു കയറി ഈനാമ്പീച്ചുകളുടെ കണ്ണിൽപ്പെടാതെ കഷ്ടപ്പെട്ട് അരി ശേഖരിക്കുമ്പോൾ നീ എന്താണ് പറഞ്ഞത്? എനിക്ക് ജീവിതം ആസ്വദിക്കാൻ അറിയില്ല എന്ന് അല്ലേ? നീ കുറേ ഫിലോസഫിയൊക്കെ എന്ന് പറഞ്ഞ ആളാവുന്നുണ്ടായിരുന്നല്ലോ. ഇതിൽ നിന്ന് ഒരു അരിമണി പോലും ഞാൻ നിനക്ക് തരില്ല, കടക്ക് പുറത്ത്. അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ അതൊക്കെ സീരിയസ് ആയി എടുത്തോ? പുൽച്ചാടി ഉറുമ്പിനെ സമാധാനിപ്പിക്കാൻ നോക്കി. ഉറുമ്പ് പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതേസമയം അവരുടെ അടുത്തേക്ക് മറ്റൊരു ഉറുമ്പ് വന്നു. രണ്ടാമൻ ഉറുമ്പ് ചോദിച്ചു, എന്താണ് ഇവിടെ പ്രശ്നം? ഒന്നാമൻ പറഞ്ഞു, ഈ പുൽച്ചാടിക്ക് ഞാൻ കഴിഞ്ഞ സമ്മറിൽ വെയിലും കൊണ്ട് പണിയെടുത്തുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ പങ്ക് വേണമെന്ന്. രണ്ടാമൻ ഉറുമ്പ് പറഞ്ഞു, അവൻ ചോദിക്കാതെ തന്നെ നീ അവനെ ഒരു പങ്ക് കൊടുത്തു കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇതെല്ലാം പ്രകൃതിയുടെ സ്വത്താണ്. നമ്മൾ കുറച്ച് അവന് കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും അസമത്വം മാറിക്കിട്ടും. ഒന്നാമൻ ഉറുമ്പ് പറഞ്ഞു, പ്രകൃതിയുടെയോ? ഞാൻ എൻ്റെ നടുവ് മുടിച്ച് ഉണ്ടാക്കിയത് പ്രകൃതിയുടെയോ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ മടിയൻ പുൽച്ചാടിക്ക് വേനൽക്കാലത്ത് പണിയെടുത്താൽ എന്തായിരുന്നു? രണ്ടാമൻ പറഞ്ഞു, എന്താർത്തിയാടാ നിനക്ക്? നിന്റെ ക്രൂരത എന്നിൽ ഞെട്ടലുണ്ടാക്കുന്നു. ഒന്നാമൻ ചോദിച്ചു, നിനക്കെന്താടാ വട്ടായോ? രണ്ടാമൻ, ഇല്ല, എനിക്ക് വിവരം വെച്ചു. കഴിഞ്ഞ മാസം ഞാൻ ഭക്ഷണം തേടി എത്തിപ്പെട്ടത് ഒരു കോളേജിലാണ്. ഒന്നാമൻ പറഞ്ഞു, അത് ശരി, ചുമ്മാതല്ല നീ മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. രണ്ടാമൻ ഉറുമ്പ് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പ്രൊഫസർ സാമൂഹ്യ നീതിയെപ്പറ്റി ക്ലാസ് എടുക്കുകയായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്തൊക്കെ എങ്ങനെയാണ് തുല്യതയില്ലാതെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം വിവരിച്ചു തന്നു. ഒന്നാമൻ, മാങ്ങാത്തൊലി, ലോകത്തിൻ്റെ സമ്പത്തോ? ലോകമല്ല മലയുടെ മുകളിലേക്ക് ഭക്ഷണം ചുമന്ന് കമറ്റിയത്. ലോകമല്ല തടിയുടെ മുകളിൽ കയറി നദി കുറുകെ കടന്നത്. ഈനാമ്പേച്ചി ലോകത്തെ അല്ല തിന്നാൻ നോക്കി നിൽക്കുന്നത്. രണ്ടാമൻ പറഞ്ഞു, നിൻ്റേതൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഒന്നാമൻ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്, വിശാല മനസ്കനായ നീ കുറച്ച് ഭക്ഷണം പുൽച്ചാടിക്ക് കൊടുക്ക്. രണ്ടാമൻ പറഞ്ഞു, ശരി, ഞാൻ കൊടുക്കും. രണ്ടാമൻ പുൽച്ചാടിയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരു ഗവൺമെൻറ് ഷെൽട്ടറിൽ കൊണ്ടുപോവാം. അവിടെ നിനക്ക് ഭക്ഷണവും കിടക്കാൻ സ്ഥലവും കിട്ടും. ഒന്നാമൻ പറഞ്ഞു, അത് ശരി, നീ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരനായോ? രണ്ടാമൻ, അതെ, എനിക്ക് ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒന്നാമൻ, നിനക്ക് അവനെ സഹായിക്കണമെന്നാണെങ്കിൽ വേനൽക്കാലത്ത് പണിയെടുത്ത് ശൈത്യകാലത്തേക്ക് ഭക്ഷണം സംഭരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പുൽച്ചാടിയെ പഠിപ്പിച്ചാൽ പോരെ? രണ്ടാമൻ പറഞ്ഞു, അവൻ്റെ ജീവിത രീതി മാറ്റി അവനെ നമ്മളെപ്പോലെ ആക്കാൻ നമുക്ക് അവകാശമില്ല. അത് സാംസ്കാരിക അധിനിവേശമാണ്. ഒന്നാമൻ ഉറുമ്പിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. തർക്കത്തിൽ ജയിച്ച രണ്ടാമൻ പുൽച്ചാടിയെ ഗവൺമെൻറ് ഷെൽട്ടറിൽ കൊണ്ടുപോയി. മാത്രമല്ല കൂടുതൽ പുൽച്ചാടികൾക്ക് വേണ്ടി പദ്ധതി വിപുലീകരിച്ചു. താമസിയാതെ വാർത്തയറിഞ്ഞ് ലക്ഷക്കണക്കിന് പുൽച്ചാടികൾ അന്യദേശത്തു നിന്നും വരെ വന്നു ചേർന്നു. ചില ചെറുപ്പക്കാർ ഉറുമ്പുകളും പുൽച്ചാടിയുടെ സന്തോഷ ജീവിതരീതി സ്വീകരിക്കുകയും ഗവൺമെൻറ് ഷെൽട്ടറിൽ അഭയം തേടുകയും ചെയ്തു. പദ്ധതി തുടങ്ങിയ ഉറുമ്പും പണിയെടുത്ത് ഭക്ഷണം ശേഖരിച്ച ഉറുമ്പും നാട് നീങ്ങി. പിന്നീട് വന്ന ഉറുമ്പുകളെല്ലാം പുൽച്ചാടികളെ പോലെ കളിച്ചുല്ലസിച്ച് വേനൽക്കാലം ആഘോഷിച്ചു. പണിയെടുക്കുന്ന ഉറുമ്പ് ഓർമ്മയിൽ പോലും ഇല്ലാതെയായി. അവർ സന്തോഷത്തോടെ ജീവിതം നയിച്ചു. പക്ഷേ വീണ്ടും ശൈത്യം വന്നു.